നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പരിചയപ്പെടുത്തിയ ആയുർവേദ ഡൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ആഴ്ചയിൽ ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യാം. 2 ദിവസം ഇടവിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നീലാംബരി മാത്രമാണോ എന്ന് ചോദിക്കേണ്ടായിരുന്നു സംശയം. അല്ല കേട്ടോ. ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ പാക്ക് നമ്പർ 1ഉം 2ഉം ചെയ്യണം കേട്ടോ. 3 പ്രാവശ്യവും ചെയ്യണം, ബേസ് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ചെയ്യുമ്പോഴും ഇതുപോലെ 1ഉം 2ഉം പാക്ക് ചെയ്യണം. ഇത് നമ്മളിങ്ങനെ തുടർച്ചയായി യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും പാക്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു പരിചയമാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് പാക്ക് ഉപയോഗിക്കണം എന്ന് കേട്ടോ. കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരൊക്കെ മാറ്റിയിട്ട് ഇനി ഇത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. മുടിക്കും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ. കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് ശേഷം ഈ പാക്ക് നമ്പർ 1ഉം 2ഉം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ എണ്ണമെഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എണ്ണ തേക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. നിങ്ങൾക്ക് തേക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ എണ്ണ പുരട്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ പോകുമോ എന്ന് ചോദിച്ചു. ഇല്ല കേട്ടോ, അങ്ങനെ കളർ പോകില്ല. കളർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കളറ്, പെട്ടെന്നല്ല ഗ്രാജുവലി അത് പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷാമ്പു നമുക്ക് വേണ്ട ഷാമ്പു കേട്ടോ. പകരം ആയുർവേദ പൊടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഇരട്ടി മധുരം, അങ്ങനെ നീലാംബരി, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ എള്ള് ചേർത്തിട്ടുള്ള പാക്ക്, പിന്നെ താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള താമരകേസരം കേട്ടോ. അത് ഒരുപാട് ആയുർവേദ പൊടികളുണ്ട്. പിന്നെ കൂടാതെ സസ്യങ്ങളുണ്ട് കേട്ടോ, ചെടികൾ. അതൊക്കെ നമുക്ക് താളിയായിട്ടൊക്കെ തേക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ തേച്ച് മുടിയെ സംരക്ഷിച്ച് വെക്കാം. ഞാൻ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. എല്ലാം ഈ ആയുർവേദ പൊടി മാത്രമാണ് കേട്ടോ. മുടിക്കുള്ള കളറാണെങ്കിലും ശരി ഇതാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആദ്യത്തെ തവണ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അത് നമ്മൾ മാസത്തിലൊക്കെ ഈ 1ഉം 2ഉം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം കേട്ടോ. ഷാമ്പു ഇടണ്ട, പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവ തല തേക്കുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. സാധാരണ ഉലുവ നമുക്ക് നല്ലതാണ്, അകത്തേക്ക് കഴിക്കുന്നതിന് മൈഗ്രെയിനൊക്കെ നല്ലതാണ്. ചിലവർക്ക് ഇത് റിയാക്ഷൻ ഉണ്ടാവും, അലർജി ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്താൽ മതി. തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് നമുക്ക് ആവശ്യമായ 1-2 സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വയ്ക്കാം. കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയത്ത് അത് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ കുളിക്കുന്ന സമയത്ത് തലോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്യാം. വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഉലുവ വെള്ളം തലയിൽ തേച്ച് വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിലൊരു റിബോഫ്ലേവിൻ എന്ന് പറഞ്ഞ വിറ്റാമിനാണ്, അത് വിറ്റാമിൻ B2 ആണ്. അപ്പോൾ അത് നമുക്ക് വളരെ നല്ലതാണ്, മുടിയുടെ ഗ്രോത്തിനൊക്കെ നല്ലതാണ് ഈ ഉലുവയുടെ. അപ്പോൾ ചിലവർക്ക് ഇനി അത് അലർജിയാണ്, മൈഗ്രെയിൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ രാസ്നാദിപ്പൊടി തിരുമിയിട്ട് കുളിക്കാൻ നേരം ഈ വെള്ളം തലോട്ടിൽ തേച്ച് വെയിറ്റ് ചെയ്യണ്ട, ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഉടനെ തന്നെ വാഷ് ചെയ്യൂ കേട്ടോ. 2-3 ദിവസം ഈ ഉലുവ വെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളരും, മുടി നല്ല ഭംഗിയായിരിക്കും, സിൽക്കി ഹെയർ ആയിരിക്കും കേട്ടോ. ഫ്ലാക്സ് സീഡും ഞാൻ കുറച്ച് ജെല്ലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം മുടി കെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു വിഷമവും വേണ്ട കേട്ടോ. 100% ഉറപ്പാണ്. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ് കേട്ടോ. നിങ്ങൾ മുടി പോയി എന്നുള്ള ഒരു സങ്കടവും വേണ്ട കേട്ടോ.
പിന്നെ പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പാരമ്പര്യം മുടിക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. പാരമ്പര്യം അന്ന് ഞാൻ പറഞ്ഞ പോലെ ചാൻസസ് ഉണ്ട്, ജീനിൻ്റെ ഇതുകൊണ്ട് ചാൻസസ് ഉണ്ടാവാം മുടി വളരാൻ. പക്ഷേ ഇപ്പോൾ അന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലേ, അതായത് നമ്മൾ കാട് വെട്ടിത്തെളിച്ച റോഡ് മാർഗം ഉണ്ടാക്കുന്ന പോലെയാണ്. നമുക്ക് ചാൻസസ് ഉണ്ടാവാം, പക്ഷേ നമ്മളത് വേണ്ടവണ്ണം ക്ലിയർ ചെയ്താലാണ് നമുക്ക് മുടി വളരുള്ളൂ കേട്ടോ. പാരമ്പര്യമുള്ള ആൾക്ക് മുടി കൂടുതൽ വളരാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ടാവാം. ഇനി നീട്ടം ഒരു പ്രശ്നമല്ല കേട്ടോ. മുടി ചില അമ്മമാർക്ക് മുടി ഉണ്ടാവില്ല, നീട്ടം ഉണ്ടാവില്ല, എന്നാൽ നല്ല തിക്നെസ് ഉണ്ടാവും. മക്കൾക്ക് പക്ഷെ മുടിയുടെ നീട്ടം ഉണ്ടാവും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ അമ്മമാർക്ക് നീളമുള്ള മുടി ഉണ്ടാവാം, മക്കൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ കെയറിങ് പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ മുടി ഈവനിങ് ടൈമിൽ വിടുത്തിയിട്ട് ജെല്ലോ, അത് ഈ നീർപ്പിടുത്തം ഇല്ലാത്തവർ കേട്ടോ, ജെല്ലോ എന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നൈറ്റിൽ മുടി പിന്നിയിട്ട് കെട്ടി കിടക്കാം. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെയും കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ മുടിക്ക് നീട്ടമുണ്ടോയെന്ന് വെച്ചു. എൻ്റെ മുടിക്ക് നീട്ടമുണ്ട്, പക്ഷെ ഞാനത് അരവരെയൊക്കെ വെച്ചിട്ട് ബാക്കി ഞാൻ അന്ന് പറഞ്ഞല്ലോ, തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ അവിടെ വെട്ടാറുണ്ട് കേട്ടോ, സമർപ്പിക്കാറുണ്ട്. പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ആയുർവേദ പൊടികളുണ്ടല്ലോ, അത് നല്ലതായിരിക്കണം കേട്ടോ. പഴകിയതാണെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. നീലാംബരി സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം, എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ച പോലത്തെ പച്ച കളർ കേട്ടോ, ഇതുപോലത്തെ പച്ച കളറായിരിക്കണം. ഇത് നമ്മൾ കലക്കി വെക്കുമ്പോൾ 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാണ്, ഈ കളർ വരും കേട്ടോ, വയലറ്റ്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കളർ വരും. ഇതാണ് ബ്രൗണിൽ വരുമ്പോൾ ബ്ലാക്ക് ആവുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. കമൻസിലൂടെയാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ, വളരെ സന്തോഷമുള്ളൂ കേട്ടോ പറഞ്ഞുതരാൻ. പിന്നെ മുടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, താങ്ക്സ് കേട്ടോ. ഈ സ്ഥിരമായിട്ട് തലവേദന ഉള്ളവർക്കും നീർപ്പിടുത്തമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, അവർ ചെയ്തത് മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലയുടെ നീരെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് രാസ്നാദിപ്പൊടി അതിൽ അലിയിച്ചിട്ട് നിറകെ തിരുമ്മി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ നീർപ്പിടുത്തം ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾക്ക് പാക്ക് അതൊക്കെ തേക്കാം, മനസ്സിലായി. അത് അല്പം വെള്ളം ചേർത്ത് അതിൻ്റെ നീരെടുക്കുക, സ്പൂണിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് രാസ്നാദിപ്പൊടി അതിൽ ചാലിച്ചിട്ട് നിറകിൽ തിരുമ്മണം കേട്ടോ. അപ്പോൾ ഈ നീർപ്പിടുത്തമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊച്ചു ടിപ്സൊക്കെ ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ കുളിക്കുന്ന സമയത്ത് അത് മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ, വായിൽ വെള്ളം നിറച്ച് വയ്ക്കുക. അച്ഛൻ പറഞ്ഞു തരാറുള്ളതാണ് അത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നീർപ്പിടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം നിറച്ച് വയ്ക്കുക, കുളി കഴിഞ്ഞിട്ട് അത് തുപ്പിക്കളയാം. അപ്പോൾ അങ്ങനെയാകുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ നീർപ്പിടുത്തം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നല്ലോ, അപ്പോൾ ഇതുപോലെ കുറേ അറിവ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അറിവൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ ആരും മുടിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞവരൊക്കെ ഈ മുടി കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തവർക്ക് ഇതുപോലെയുള്ള ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് അലോവേറ ജെല്ലാണ് കേട്ടോ. അലോവേറ ജെല്ല് ഉപയോഗിച്ച് നിങ്ങൾക്കത് നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മുടി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് മുടിയെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കുക, വിറ്റാമിൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓവറായിട്ടുള്ള ചൂടൊന്നും മുടിക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഇപ്പോൾ ഈ ഡൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആയുർവേദ പാക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സംശയം തോന്നും, ആയുർവേദ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ കളർ ചെയ്ത് പോകുമെന്ന് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ മിക്കതും ചേർക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കളർ പോയി എന്ന് നമുക്ക് തോന്നും, ആ സമയം നമ്മൾ പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും തോന്നണ്ട കേട്ടോ. പാക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു പാക്കിലൊക്കെ നിർത്താൻ പറ്റും കേട്ടോ. മുടിക്ക് ആ ഇതിൻ്റെ നേച്ചുറലായിട്ടുള്ള കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നിപ്പോൾ പറയാൻ കേട്ടോ. അപ്പോൾ നാളെ വേറൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.